ഹലോ, പേജ് നമ്പർ 76 രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 1.234 ഇൻറ്റു 5.67 എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടത്തക്ക രീതിയിലുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ 1.234 ഇൻറ്റു 5.67നോട് ഈക്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന് കിട്ടുന്ന അതേ ആൻസർ കിട്ടുന്ന ആൻസേഴ്സുള്ള ക്വസ്റ്റ്യൻസ്, ഇതാണ് നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് തോന്നുന്നത് വലിയൊരു നമ്പറാണല്ലോ, മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ എന്ന്. ഇത് ആക്ച്വലി മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്പറിൽ 3 ഡിജിറ്റും രണ്ടാമത്തെ നമ്പറിൽ 2 ഡിജിറ്റും, അതായത് മൊത്തം 5 ഡിജിറ്റ്. ക്വസ്റ്റ്യനിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് 5 ഡിജിറ്റ് ആണെങ്കിൽ ആൻസറിലും എന്തെന്നെ വേണം, ഡെസിമൽ കഴിഞ്ഞ് 5 ഡിജിറ്റ് തന്നെ വേണം. അപ്പോൾ നമ്മളെങ്ങനെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം? ഓരോ ക്വസ്റ്റ്യൻ എടുക്കാം, ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി, 12.34 ഇൻറ്റു 0.567 ആണ്. അപ്പോൾ 12.34 ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റും 0.567 ഡെസിമൽ കഴിഞ്ഞ് 3 ഡിജിറ്റുണ്ട്. അപ്പോൾ ആൻസറിൽ എത്ര ഡിജിറ്റ് വരും? 5 ഡിജിറ്റ് വരും. അതായത് നമ്മുടെ ക്വസ്റ്റ്യനോട് ഈക്വലായ ക്വസ്റ്റ്യനാണിത്. അതുപോലെ രണ്ടാമത്തെ നോക്കുമ്പോൾ ആകെ ഡെസിമലുകളുടെ എണ്ണം 3 ആണ്. മൂന്നാമത്തെ നോക്കുമ്പോൾ ആകെ ഡെസിമലുടെ എണ്ണം 6 ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആകെ ഡെസിമലുകളുടെ എണ്ണം 4 ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോ 123.4ഉം 0.0567 ആണ്. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റുകളുടെ എണ്ണം 5 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? ഒന്നാമത്തെയും അഞ്ചാമത്തെയും ക്വസ്റ്റ്യനാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് ഈക്വൽ ആയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ നമ്പറും ഏറ്റവും ചെറിയ നമ്പറും കണ്ടെത്താനാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും ആൻസർ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റാം? വിതൗട്ട് ഡെസിമൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യനിൽ ഡെസിമൽ നമ്പർ കഴിഞ്ഞ് എത്ര ഡിജിറ്റാണുള്ളത് അത്രയും എണ്ണം നോക്കിയിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നീക്കി പോയിൻ്റ് ഇടണം. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ടീച്ചർ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ ഏതാണ് ഏറ്റവും വലുത്, ഏതാണ് ഏറ്റവും ചെറുതെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും ചെറുത് വരുന്നത് 0.0121 ആണ്. ഏറ്റവും വലുതെന്ന് പറയുന്നത് 1.21 ആണ്. താങ്ക് യു.